ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏപ്രിൽ 1, 2, 3, 4 നമ്മൾ 1-ാം തീയതി പോയി കഴിഞ്ഞാൽ 5-ാം തീയതി വരുന്ന രീതിയിൽ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ടൂറിസ്റ്റ് ബസ്സിനാണ് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാവരുമായിട്ട്. അപ്പോൾ വേറെ സാങ്കേതിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത മാസം ഫസ്റ്റ് വീക്ക് പോകും. കൊടൈക്കനാൽ, ഊട്ടി അങ്ങനെ കുറച്ച് സ്ഥലങ്ങളാണ് നമ്മുടെ ഗുണ കേവ്, പിന്നെ സൂയിസൈഡ് പോയിന്റ്, പിന്നെ ഒരു ലേക്ക്, അങ്ങനെ കുറേ സംഭവങ്ങൾ വിസിറ്റ് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുറേ ലിസ്റ്റിൽ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീക്ക് ഫുൾ ഒരു ട്രാവൽ ബ്ലോഗ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പോകുന്നതിന് മുൻപായിട്ട് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇനി കുറേ സാധനങ്ങൾ കൂടി വാങ്ങിക്കാനുണ്ട്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള 1-2 സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ അച്ചൂസിന് അവൻ്റെ മാമി തണുപ്പത്തിടാനായിട്ട് കൊടുത്തേക്കുന്ന ഒരു നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ നമ്മുടെ ക്ലൈമറ്റിന് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. നല്ല സോഫ്റ്റ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഉള്ളിലും നല്ല സോഫ്റ്റ് ആണ്. അവൻ ഇടുമോയെന്ന് അറിയില്ല. ഒരു തവണ ഇട്ട് നോക്കിയപ്പോഴത്തേക്കും അവൻ ഇറിറ്റേഷൻ ആയിരുന്നു പുള്ളിക്ക്. പിന്നെ അത് ഇവിടുത്തെ നമ്മുടെ ക്ലൈമറ്റിൻ്റെ ഒരു ഇതായിരിക്കാം ചിലപ്പോൾ ഇടാത്തത്. എന്തായാലും എനിക്ക് ഈ ക്യാപ്പൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഫോറിനേഴ്സ് കുട്ടികളൊക്കെ ഇടില്ലേ, അതുപോലെ ഉണ്ട്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഇങ്ങനെ ഇരിക്കും, നല്ല രസമുണ്ട് ഇത്. അപ്പോൾ ഇത് അച്ചൂസിൻ്റെ മാമി അവന് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് അച്ചൂസിന് അവിടെ തണുപ്പത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഒരു മങ്കി ക്യാപ്പ് ഇടിയിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അവിടെ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ തണുപ്പ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പം വെൽ പ്ലാൻഡ് ആയിട്ട് വേണം പോകാനായിട്ട്. വേറെ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ പോകണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അപ്പൂസിന് വാങ്ങിച്ചിട്ടില്ല. അപ്പൂസിന് നമുക്ക് വാങ്ങിക്കണം. പിന്നെ ശ്രീക്ക് ഓൾറെഡി ഉണ്ട്, അമ്മയ്ക്കും ഉണ്ട്. അപ്പം നമുക്ക് അപ്പൂസിന് വാങ്ങിക്കണം. പിന്നെ ഇതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് എടുത്ത് വെച്ചതാണ്. ഇത് ഞാനല്ലെങ്കിൽ മിക്കവാറും ശ്രീ ഉപയോഗിക്കും. ശ്രീക്ക് വേറെ ഉണ്ട്, അപ്പം അതുകൊണ്ട് ഞാൻ മിക്കവാറും ഉപയോഗിക്കാനാണ് ചാൻസ്. ഇത് എനിക്ക് തണുപ്പ് ഒട്ടും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇതുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുമല്ലോ. ഇതിൽ നമുക്ക് ക്യാപ്പ് ഊരിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, ഈ ക്യാപ്പ് ഈ കോട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ഊരിയെടുക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു കോട്ടാണ് ഇത്. കഴിഞ്ഞ ദിവസം വന്നതാണ്. അപ്പം നമ്മൾ പൊട്ടിച്ച് നോക്കിയായിരുന്നു. അൺബോക്സിങ് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷെ ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ എന്തായാലും ഇതെനിക്ക് നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇനി ഇന്നലെ നൈറ്റ് നമുക്ക് വന്നതാണ്. അതും നമ്മൾ പൊട്ടിച്ചായിരുന്നു. പൊട്ടിക്കുന്ന വീഡിയോ എടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. ഈ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരുടെ കയ്യിലാണ് ഇങ്ങനത്തെ ബാഗ് ഞാൻ കണ്ടിരിക്കുന്നത്. കാരണം കുറച്ചുകൂടി ബാക്കിലോട്ട് ഇറങ്ങിയിരിക്കാം. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് നോക്കാം കേട്ടോ. നമ്മുടെ ബാഗ് ഇതാണ്. നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എൻ്റെയും ശ്രീയുടെയും മക്കളുടെ 2 പേരുടെയും ഡ്രസ്സ് കയറും. അമ്മയുടെ സെപ്പറേറ്റ് വേറെ ഒന്നും എടുക്കണം. അപ്പോൾ കയറുമെന്ന് വിചാരിക്കുന്നു. നമ്മളിനി പാക്കിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാഗ് പാക്കിംഗ് വീഡിയോ ഇടാം കേട്ടോ. എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ ഇപ്പോൾ കുഞ്ഞൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് എടുത്തതെന്നുള്ളതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ ബാഗ് പാക്കിംഗ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് അത്യാവശ്യം വലുതാവും എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. കാരണം അതിന് ഈ ഒരു സൈഡിൽ ഒരു കള്ളിയുണ്ട്. അപ്പോൾ അത് ഇത്രയും നീട്ടമുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഇടണമെങ്കിൽ ഇവിടെ ഇടാം. അതുപോലെ തന്നെ ഇപ്പുറ സൈഡിലും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പുറ സൈഡിലും അതുപോലെ തന്നെ ഒരു കള്ളിയുണ്ട്. അവിടെയും നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ഐറ്റംസുകൾ, എന്തെങ്കിലുമൊക്കെ ബ്രഷ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മെഡിസിൻസ്, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഐറ്റംസ്, ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വെക്കാം. അതുപോലെ തന്നെ ഇവിടെയും ഇതൊരു വലിയ കള്ളിയാണ് കേട്ടോ. ഇവിടെയും ഒരു വലിയ കള്ളിയുണ്ട് കേട്ടോ. ഇതൊരു വലിയ കള്ളിയാണ് കേട്ടോ. പിന്നെ ഫ്രണ്ടിലൊരു കള്ളിയുണ്ട്. അത്യാവശ്യം ഡ്രസ്സും 2 സൈഡിൽ നമുക്ക് വെള്ളമൊക്കെ വെക്കാൻ പറ്റുന്ന ഇതുണ്ട്.
എന്തായാലും ഇത് പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എനിക്കെന്തായാലും ഈ ബാഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനെന്തായാലും ഇത് ഇടാൻ പോകുന്നില്ല, കാരണം ഇത് നല്ല വെയിറ്റ് വരുമല്ലോ. അപ്പം എനിക്ക് വെയിറ്റ് അങ്ങനെ ഇടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനെന്തായാലും ഇത് ഇടുന്നുണ്ടാവില്ല. നമുക്ക് പിന്നെ വണ്ടിയിൽ സൗകര്യമൊക്കെ ഉണ്ടാവുമല്ലോ, ബാഗ് വെക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യം ഉണ്ടാവും. 3-4 ദിവസത്തെ ട്രിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും എക്സൈറ്റഡ് ആണ്. അതിൽ കൂടുതൽ ടെൻഷനുണ്ട്, കാരണം അച്ചൂസ് ഇരിക്കുമോയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അപ്പൂൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പു ഇരുന്നോളും, അവന് കുഴപ്പമൊന്നുമില്ല. പിന്നെ വൊമിറ്റിങ് വരും അവന് ബസ്സിൽ കയറുമ്പോൾ, അത് എനിക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനുള്ള ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ കരുതിയിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ എല്ലാ ടാബ്ലറ്റ്സും എടുക്കണം. ജലദോഷത്തിൻ്റെയും പനിയുടെയും കുഞ്ഞിനുള്ള മരുന്നുകളും എല്ലാം എടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇപ്പോഴേ ഞാൻ ലിസ്റ്റുകളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥന വേറൊന്നുമല്ല, വേറെ ബുദ്ധിമുട്ടുകളൊന്നും പോകുന്നതിന് മുൻപ് ഉണ്ടാവരുതേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. എന്തായാലും എല്ലാം സെറ്റായി വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകും. അപ്പോൾ ഒത്തിരി എന്താ പറയുക, കുറേ നാൾ കൂടിയിട്ടാണ് ഇങ്ങനൊരു ട്രിപ്പ്, അതും എല്ലാവരുമായിട്ടെന്ന് പറയുമ്പോഴത്തേക്കും അത് വേറൊരു ഫീലാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ട്രിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു രസമായിരിക്കും. പിന്നെ ആകെ ഒരു ടെൻഷൻ അച്ചൂസിൻ്റെ കാര്യത്തിലാണ്. അച്ചൂസ് ഇരിക്കുമോ, ബഹളം ഉണ്ടാക്കുമോ, അവനെങ്ങനെയായിരിക്കും, ഇത്രയും ദൂരം ഇരിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷനുണ്ട്. അവൻ്റെ ഉറക്കം ശരിയാവുമോ, അവൻ്റെ ഫുഡ് ശരിയാവുമോ, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കുറുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കേണ്ട വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പ്ലാൻ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്കപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് കാണിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ബാഗും ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബാക്ക് പാക്കിംഗ് വീഡിയോയും പുറകെ കുറേ സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിയിട്ട് ഞാൻ ബാക്ക് പാക്കിംഗ് വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.